CPM ഏരിയ സെക്രട്ടറി ശ്രീ വഞ്ചിയൂർ ബാബു നമുക്കിപ്പോൾ ചേരുന്നു. ശ്രീ വഞ്ചിയൂർ ബാബു, അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണല്ലോ പാർട്ടിക്കെതിരെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് കൃത്യമായി കോടതി ഉത്തരവ് ലംഘിച്ചു, കോടതി അലക്ഷ്യമാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അതിലെ കോടതിയെ പറയുന്നതിനെ നമ്മൾ ഒരു കാരണവശാലും വിമർശിക്കുന്നില്ല. അദ്ദേഹം കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതിന് അംഗീകരിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ അങ്ങനെ റോഡ് ക്രോസ് ചെയ്തോ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചോ ഒരു കാര്യവും ചെയ്യുന്നവരല്ല ഞങ്ങളെ പാർട്ടി. അന്നത്തെ ദിവസം എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങള് സമ്മേളനം അവിടെ വഞ്ചൂർ ജംഗ്ഷനിൽ വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ ഞങ്ങളിപ്പോ സ്റ്റേജ് കെട്ടിയിരിക്കുന്നിടത്തല്ല ഉദ്ദേശിച്ചിരുന്ന, കുറച്ചുകൂടി മാറിയാണ്. അപ്പൊ അന്നത്തെ ദിവസം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു പ്രത്യേകത, ജനറൽ ഹോസ്പിറ്റൽ മുതൽ വഞ്ചൂര് വരെ റോഡ് ക്ലോസ് ചെയ്തുകൊണ്ട് റോഡ് ഫണ്ട് ബോർഡുകാർ റോഡിന്റെ പൈപ്പിന്റെ പണി നടക്കുന്നതുകൊണ്ട് റോഡ് ക്ലോസ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ ഇറക്കിയിരുന്നു, ഒരു കുറിപ്പ്. ആ കുറിപ്പ് പോലീസ് സ്റ്റേഷനിലും ഞങ്ങളെ അവിടുത്തെ കൗൺസിലർക്കും ഒക്കെ കൊടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ അതുവഴി വാഹനം വരിയില്ല എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമായി. കാരണം അത് അവിടെ അന്ന് നടക്കുന്നത് കൊണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ സൈഡിൽ കൂടെ വാഹനങ്ങൾ അങ്ങനെ പോകില്ല. അപ്പോൾ വാഹനങ്ങളെല്ലാം തിരിച്ച് ജനറൽ ഹോസ്പിറ്റൽ വഴി അങ്ങ് ഉപ്രാമോട് പാലം വഴി കടന്നു പോകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ അവിടെ എടുത്തത്. അതിൽ തന്നെ അവിടെ ഈ പറയുന്ന റോഡ് അതേ ആമേഴഞ്ചാൻ റോഡിന്റെ പുറത്ത് സ്ലാബ് ഇട്ട് റോഡാക്കിയതാണ്. അപ്പൊ റോഡ് തന്നെയാണ്. ആ റോഡിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. കോടതിയിലുള്ള അഡ്വക്കേറ്റുമാരും കേസിന് വരുന്നവരുമായി രാത്രിയും പകലും മുഴുവൻ സമയവും അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്താണ് ഞങ്ങൾ ഈ സ്റ്റേജ് വെച്ച് കെട്ടിയത്. മറുവശത്ത് ഒരു യഥേഷ്ടം വാഹനങ്ങൾക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. പോലീസ് അവിടെ കാര്യമായി ഇടപെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളെ വോളണ്ടിയേഴ്സും ഏതെങ്കിലും കാരണവശാൽ അവിടെ വാഹനങ്ങൾക്ക് തടസ്സം വന്നാലോ എന്ന് കരുതി വാഹനങ്ങൾ തടസ്സം വരാതെ ഇരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതിൽ ചെയ്തത് ആ നിയമപരമായി പരിശോധിച്ച് തെറ്റാണെന്ന് കാണാം. പക്ഷേ അതിൽ നമ്മൾ ബോധപൂർവ്വം തെറ്റുണ്ടാക്കിയതല്ല എന്നുള്ളത്. അതായത് ഈ നടുറോഡിലല്ല സ്റ്റേജ് കെട്ടിയതെന്നാണോ ഈ പറഞ്ഞു വരുമ്പോഴും? അത് ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ഭാഗം സ്വാഭാവികമായിട്ട് റോഡെന്നാണല്ലോ പറയുക. അപ്പൊ നടുറോഡിൽ അല്ല സ്റ്റേജ് കെട്ടിയത് എന്നാണോ? പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യുന്ന ആ ഭാഗത്താണ് സ്റ്റേജ് കെട്ടിയത്. അതിന്റെ ശകലം നീണ്ടുപോയി എന്നുള്ളത് സത്യമാണ്. നമ്മൾ കള്ളം പറയുന്നില്ല, സത്യമാണ്. അതോടൊപ്പം തന്നെ അവിടെ ഇങ്ങനെ ഞങ്ങള് ഈ റോഡില് ഈ പൊതുയോഗമാക്കാൻ വേണ്ടി സ്റ്റേജ് കെട്ടുമെന്നും അവിടെ നാടകം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്റ്റേജ് യഥാർത്ഥം പറഞ്ഞ ചെറിയ സ്റ്റേജ് ആയിരുന്നു. അപ്പൊ നാടകക്കാര് അവർ പറഞ്ഞു ഇതൊരു ശകലം കൂടെ വലുതാക്കണം. പിന്നെ ഈ സ്റ്റേജ് പൊളിച്ചുകൊണ്ട് പോകാനുള്ള സമയം കിട്ടിയില്ല. കുറച്ച് ശകലം കൂടെ സ്റ്റേജിന് വീതി കൂട്ടേണ്ടി വന്നു. അപ്പൊ അതിന് ബോധപൂർവം നമുക്ക് പിന്നെ ഒരു അപേക്ഷയിൽ ഞങ്ങൾ സ്റ്റേഷനിൽ അല്ല, അത് പക്ഷെ അങ്ങനല്ല ശ്രീ വഞ്ചിയൂർ ബാബു. സ്റ്റേജ് അങ്ങനെ കെട്ടുന്നു, അത് ഗതാഗതം തടസ്സപ്പെടുത്തും അല്ലെങ്കിൽ നിയമവിരുദ്ധമാണെന്ന് പോലീസ് അന്ന് ചൂണ്ടിക്കാട്ടി. അപ്പൊ പോലീസിനോടും അപമര്യാദയായിട്ട് പെരുമാറിയെന്നൊരു കേസ് പോലീസ് തന്നെ എടുത്തിട്ടില്ലേ? അല്ല, ആയിക്കോട്ടെ, പോലീസ് എടുത്തിട്ടുണ്ട്. ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ വഞ്ചിയൂര് എത്ര കാലമായി ജീവിക്കുന്ന ആളാണ്, നമുക്കിതൊക്കെ അറിയാം. നിങ്ങൾ കൂടെ ആ കോടതി, നിങ്ങളെന്ന് വെച്ചാൽ ചാനലുകാരെ കൂടെ അവിടെ വന്ന് കോടതിയിൽ നടക്കുന്ന കേസിന് വേണ്ടി ഉള്ള വാഹനങ്ങളും നിങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് അവിടെ എത്രയോ കാലമായി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും വാർത്തയാകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കോടതി, ഇത് പറയുന്നത് കോടതിയാണ്. ഞാൻ ചോദിക്കുന്നത് ശ്രീ വഞ്ചിയൂർ ബാബു, ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടല്ലേ? നിലപാടാണ്. അല്ല, തെറ്റ് പറ്റിയിട്ടുണ്ട്, ഇതിലൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ടോ? അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നല്ലോ. ശ്രീ വഞ്ചിയൂർ ബാബു, തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് താങ്കൾ സമ്മതിക്കുന്നുണ്ടോ? നിങ്ങളത് മനസ്സിലാക്കേണ്ടത്, നമ്മള് നിയമപരമായി നിയമവും ഭരണഘടനയും അത് അപ്രകാരം അതേപോലെ തന്നെ അനുസരിക്കുന്നവരും അതേപോലെ തന്നെ അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നവരുമാണ് ഞങ്ങളുടെ പാർട്ടി. ഞങ്ങൾ ആരും ഉപദ്രവിക്കാൻ പോകുന്നവരല്ല. ആ കാര്യങ്ങളെ കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അല്ല ശ്രീ വഞ്ചിയൂർ ബാബു, ഞാൻ ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്, ഈ നിയമം അതേപടി അനുസരിക്കുന്നതിൽ അവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? മനുഷ്യനാകുമ്പോ തെറ്റുകൾ പറ്റുമല്ലോ. കായ്ക്കുന്ന മാവിനല്ലേ എറിയത്തുള്ളൂ. നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് തെറ്റുകളും പറ്റാറുണ്ട്. ആ തെറ്റുകൾ നമ്മൾ തെറ്റാണെന്ന് കണ്ടാൽ ഉടൻ തന്നെ തിരുത്തുകയും അതിൽ ക്ഷമ ചോദിക്കുകയും ആർക്കെങ്കിലും വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ജനങ്ങളോട് പാപ്പക്കൂടെ ചോദിക്കുന്ന വഞ്ചൂര് സംഭവിച്ചത് ഒരു വീഴ്ച പറ്റിയതാണ് അല്ലെ? വഞ്ചൂര് സംഭവിച്ചത് ഒരു വീഴ്ച പറ്റിയതാണ്. വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ വീഴ്ച യാഥാർത്ഥ്യമൊക്കെ പറഞ്ഞു പോകുമ്പോ പിന്നെ ആണെന്നും അല്ലെന്നും തർക്കിക്കാൻ വേണ്ടി ആളുകളാണ്. ഏതായാലും വീഴ്ചയെങ്കിൽ വീഴ്ച.
അത് ഞങ്ങൾ പറ്റിയിട്ടുണ്ട്. അതിന് ഞങ്ങൾ ജനങ്ങളോട് പിന്നെ ക്ഷമ ചോദിക്കുകയാണെന്നുള്ള കാര്യം കൂടി ഞാൻ പറയുകയാണ്. അപ്പൊ അതില് ഇനി ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരാൾ പോലും ഇത്തരത്തിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാൻ അത് ഏത് കുലക്കൊമ്പനാണെങ്കിലും നമ്മളും കൂടി അത് ശ്രദ്ധിച്ചുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ഈ പോലീസിനെ കൂടി ശ്രീ മഞ്ജൂർ ബാബു ഒരു ഒറ്റ കാര്യം കൂടി, ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയതാണ് എന്ന് താങ്കൾ തന്നെ പറയുന്നത്, പക്ഷെ പോലീസും കൂടി ഇതിനകത്ത് ഒരു വിഷമവൃത്തത്തിലായ ഒരു സാഹചര്യമുണ്ട്. കോടതി അതും കൂടെ ചോദിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ? പോലീസിനെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ അദ്ദേഹം ആ ചോദ്യത്തിന് മറുപടി നൽകിയില്ല. ഏതായാലും പറ്റിയത് ഒരു വീഴ്ചയാണ് സംഭവിച്ചത് എന്നുള്ള പ്രതികരണം CPM ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഈ വിഷയത്തിനകത്ത് തെറ്റിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോടതി ഉത്തരവ് തെറ്റിച്ചുകൊണ്ടുള്ള ഗതാഗത കുരുക്കാണ് ഉണ്ടാക്കിയത്, ഗതാഗത സ്തംഭനമാണ് ഉണ്ടാക്കിയത്. ഇത് ചൂണ്ടിക്കാണിച്ച പോലീസിനെതിരെ അപമര്യാദയോടുകൂടി പെരുമാറി എന്നതടക്കമുള്ള കേസ് വരെ ഇതിനകം വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ചോദിച്ചിരിക്കുന്നത്. കോടതി ചോദിച്ചത് ആർക്ക് ഇതിന് അധികാരം നൽകി എന്ന് കൂടിയാണ് CPM-നെതിരെ കോടതി ചോദിച്ചിരിക്കുന്നത്. ഏതായാലും അതിൽ പിഴവ് പറ്റി. ഈ ഏരിയ സമ്മേളനം നടത്തിയതുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവ് പരിപൂർണമായി പാലിക്കാൻ കഴിയാത്തതിൽ അതിലൊരു പിഴവ് പറ്റി എന്ന് CPM സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. വഞ്ചിയൂർ ബാബു കൂടിയാണ് പ്രതികരിച്ചത്.